ലെവല് റീച്ച് ആയി പോയി. സത്യം പറഞ്ഞ ഒരു 10 ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പാന്റ് ചെയ്ത ആൾക്കാർക്കും MVDക്കും അവരവരുടെ ജോബാണ് ചെയ്തത്, അത് ഞാൻ മാനിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്ത മീഡിയക്കാരാണ്. അവരോടാണ് എനിക്ക് ഭയങ്കര വലിയ താങ്ക്സ് പറയാനുള്ളത്. ആവേശത്തിലെ അമ്പാൻ സ്റ്റൈലിൽ കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി റോഡിൽ കുളിച്ച യൂട്യൂബർ സഞ്ജു ടെക്കി മോട്ടോർ വാഹന വകുപ്പിനെ പരിഹസിച്ച് രംഗത്തെത്തിയതും വാർത്തകളിൽ നിറയുകയാണ്. 10 ലക്ഷം ചിലവിട്ടാൽ പോലും ഇത്രയും റീച്ച് കിട്ടില്ല. നിയമത്തെ വെല്ലുവിളിച്ച് നിയമലംഘനം നടത്തി അത് സോഷ്യൽ മീഡിയയിലിട്ട് MVDയുടെ കുരു പൊട്ടിക്കുക, എന്നിട്ട് അത് വാർത്തയാക്കി ഒടുവിൽ അതിനും റീച്ച് വാങ്ങുന്ന സഞ്ജു ടെക്കിയുടെ ഏറ്റവും ഒടുവിലത്തെ മാസ് ഡയലോഗ് ആയിരുന്നു ഇത്. സംഗതി സത്യമാണ്, 10 ലക്ഷമല്ല 20 ലക്ഷം ചിലവിട്ടാലും ഇത്രയും വലിയ റീച്ച് കിട്ടില്ല. പക്ഷെ സഞ്ജു ടെക്കിയെ കാത്തിരിക്കുന്നത് ചില്ലറ പണികളൊന്നുമല്ല, നല്ല അസൽ നിയമക്കുരുക്കിലേക്കാണ് ടെക്കി പോയിരിക്കുന്നത്. സഞ്ജുവിനെതിരെ RTO എടുത്ത കേസ് ആലപ്പുഴ കോടതിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. തുടർ പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കുന്നതും കോടതിയായിരിക്കും. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നിയമ നടപടി. ഒപ്പം യാത്ര ചെയ്ത കൂട്ടുകാർക്കും ഇതേ നടപടികളാണ്. RTOയെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് ഇന്നലെ സഞ്ജു പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. തുടർന്നാണ് ഹൈക്കോടതി സ്വമേധയാ ഇതിൽ ഇടപെട്ടത്. സംഭവത്തിൽ കർശന നടപടി വേണമെന്നാണ് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചട്ടവിരുദ്ധമായി വാഹനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്ന ബ്ലോഗർമാർ അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കണം. സഞ്ജു ടെക്കിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നടപടി മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കണം. ഇതൊക്കെയാണ് കോടതിയുടെ ആവശ്യം. മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കും. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് അനിൽ കെ നരൻ, PB അജിത് കുമാർ, ഹരിശങ്കർ V മേനോൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സംഭവം പരിഗണിച്ചത്. മോട്ടോർ വാഹന ചട്ടം ലംഘിക്കുന്ന വ്ളോഗർമാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കണമെന്നും കോടതി സർക്കാരിനെ അറിയിച്ചു. ഇതിനിടയിലാണ് നിയമ നടപടികൾ സ്വീകരിച്ചത് വഴി തനിക്ക് കിട്ടിയ റീച്ചിനെ കുറിച്ച് സഞ്ജു ടെക്കി വാചാലനാകുന്നത്. RTO ശിക്ഷാ നടപടികളെ പരിഹസിച്ചും ഇന്നലെ സഞ്ജു യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ നിയമ നടപടികൾ കടുപ്പിക്കാനാണ് MVDയുടെ തീരുമാനം. പ്രോസിക്യൂഷൻ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാനാണ് RTOയുടെ നീക്കം. കേസ് എടുത്തതിന് ശേഷം തന്റെ യൂട്യൂബ് ചാനലിന് ലോകം മുഴുവൻ റീച്ച് കൂടിയെന്നും 10 ലക്ഷം രൂപ ചെലവിട്ടാൽ പോലും കിട്ടാത്ത പ്രശസ്തി കിട്ടിയെന്നും എല്ലാവർക്കും നന്ദിയുണ്ടെന്നും വീഡിയോയിൽ സഞ്ജു പറയുന്നു. കാറിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി പൊതുനിരത്തിൽ ഓടിച്ച യൂട്യൂബർ സഞ്ജു ടെക്കിക്കും കൂട്ടുകാർക്കുമെതിരെ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO നടപടിയെടുത്തിരുന്നു. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും വാഹനം ഓടിച്ച ഇയാളുടെ സുഹൃത്തിന്റെ ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കുറ്റിപ്പുറത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനം നടത്തണമെന്നും ശിക്ഷ നൽകി. ഇതിനു പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് ഇയാൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സഞ്ജു തന്റെ വാഹനമായ ടാറ്റ സഫാരിയിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി ആലപ്പുഴ റോഡിലൂടെ സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്തത്.